ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 148 തുടങ്ങി 154 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ വിഷയം മുനാഫിക്കുകളെ സംബന്ധിച്ചായിരുന്നു. അവര് സത്യവിശ്വാസികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് എന്താ സംഭവിക്കണത്, എന്തെങ്കിലും തിന്മ വരുന്നുണ്ടോ അല്ലെങ്കിൽ നന്മ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. നന്മ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഓഹരി കിട്ടാനാണ് അവർ നോക്കിയിരിക്കുന്നത്, അല്ലെ? അവർക്ക് ഒരിക്കലും സത്യവിശ്വാസികളോട് സ്നേഹമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമൊന്നുമില്ല. അപ്പൊ അവര് എവിടെയായിരിക്കും അള്ളാഹു പറഞ്ഞു? നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണ് പറഞ്ഞത്, അല്ലെ? നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലാണെന്ന് പറഞ്ഞു. നരകത്തിന് പല ദർജകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് പല പല തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും താഴെ, ശിക്ഷ ഏറ്റവും കൂടുതലുള്ള തട്ടിലായിരിക്കും അവരുണ്ടാവുക എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ ശിക്ഷിക്കണത് കൊണ്ട് അള്ളാഹ് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ശിക്ഷ കിട്ടാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കണം, വിശ്വസിക്കുകയും വേണം. നമുക്ക് ആ ഒരു നന്ദിയുടെ സൂചകമായിട്ടാണ് ആ വിശ്വാസം മനസ്സിലുണ്ടാവുന്നത്. ഇനി അടുത്ത പേജിൽ അള്ളാഹു നമുക്ക് പറഞ്ഞ ഒരു പൊതുവായ ഒരു തത്വമാണ് നമ്മൾ ജീവിതത്തിൽ പാലിച്ചു വരേണ്ട ഒരു കാര്യം. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു തിന്മയായ വാക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയണത്. ആക്രമിക്കപ്പെട്ടവനൊഴികെ. അങ്ങനെ പറഞ്ഞ എന്താ? ഒരാൾ ആക്രമിക്കപ്പെട്ടു. അപ്പൊ അയാൾക്ക് സംഭവിച്ചത് ഒരു മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ അയാൾക്ക് അത് തുറന്നു പറയേണ്ടി വരും, അല്ലെ? അധികാരപ്പെട്ടവരോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്നവരോട് പറയേണ്ടി വരും. ഞാൻ ആക്രമിക്കപ്പെട്ടു, എനിക്കിങ്ങനെ മോശം അനുഭവം ഉണ്ടായി എന്ന് പറയാം. അതിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ സംസാരത്തിൽ ചില ആളുകൾ നമുക്ക് കാണാം, വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെ അവരെപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുക, അല്ലെ? തെറി പോലെയുള്ള വാക്കുകളൊക്കെ പറയും. അപ്പൊ അത് അള്ളാഹു പരസ്യമാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ പരസ്യമാക്കണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? രഹസ്യമായി എന്തും പറയാന്നാണോ? അല്ല, അതും പാടില്ല. പരസ്യമാക്കുമ്പോൾ ആ ഒരു തെറ്റിന്റെ ഗൗരവം കൂടുകയാണ് ചെയ്യണം, അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം നാട്ടിൽ നടന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പരസ്യമായി അത് ആളുകളുടെ ഇടയിൽ പരസ്യമാക്കിയാൽ എന്തുണ്ടാവും? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കണം. അപ്പൊ ഒരു തെറ്റല്ലാത്ത രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കും, അല്ലെ? നമ്മളുടെ മീഡിയകളൊക്കെ ഇപ്പൊ ചെയ്യണത് അതാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ എപ്പോഴും ചർച്ചയാണ്. അപ്പൊ അത് കേട്ട് ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു സംഭവം അത് സ്വാഭാവികമാണ്, നാട്ടിൽ നടക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം അവിടെ കുറയാണ് ചെയ്യണത്. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു വാർത്തയോ അല്ലെങ്കിൽ മോശം വർത്തമാനമോ നിങ്ങൾ പറയണത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. ലാ യുഹിബ്ബുല്ലാഹു. ഹുബ്ബ് എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടം, അല്ലെ? അപ്പൊ ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു അൽ ജഹ്റ. ജഹ്റ എന്ന് വെച്ചാൽ പരസ്യമാക്കൽ. എന്ത് പരസ്യമാക്കലാണ്? ബിസൂ, തിന്മ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യം പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മിനൽ ഖൗലി, വാക്കിൽ നിന്നും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ മോശം വാക്കുകൾ പറയണത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇല്ലാ മൻ ദുലിം, ആക്രമിക്കപ്പെട്ടവൻ ഒഴികെ. ഒരാൾ ആക്രമിക്കപ്പെട്ടു, ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് പറയൂ, അല്ലെ? അല്ലെങ്കിൽ ആ എന്താണോ സംഭവം നടന്നത് അയാൾക്ക് അത് പറയേണ്ടി വരും. അപ്പൊ അതിൽ തെറ്റില്ല. അല്ലാണ്ട് പൊതുവേ സംസാരിക്കുമ്പോ ഈ മോശം വാക്കുകൾ പറയണ ചില ആളുകൾ ഉണ്ട് അങ്ങനത്തെ, അല്ലെ? നമ്മളൊക്കെ തന്നെ പരിചയം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതൊരു സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വകാന അല്ലാഹു സമീഅൻ അലീമ. ഇവിടെ അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകളാണ് പറയണത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും, ഏതൊരു തിന്മ പറഞ്ഞാലും ഇതൊക്കെ അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഒരു നന്മയായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ലൊരു വാക്ക് നിങ്ങളത് പരസ്യപ്പെടുത്തിയാലും ശരി അല്ലെങ്കിൽ രഹസ്യമാക്കിയാലും ശരി അള്ളാഹു അത് ഇഷ്ടപ്പെടുകയാണ്. ഇനിയല്ല, നമ്മളോട് ഇങ്ങോട്ട് ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചു, അപ്പൊ നമ്മൾ തിരിച്ചവരോട് അതേപോലെ തന്നെ തിന്മ പ്രവർത്തിക്കാണ്ട് നമ്മൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യാണ് അല്ലെങ്കിൽ ഒരു മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കഴിവുള്ളവനുമാണ്. അള്ളാഹ് ഇതൊക്കെ ഇഷ്ടമാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ, അല്ലെ?
ആയത്ത് നമുക്ക് നോക്കാം. إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا. إن تبدوا ബദാന്ന് വെച്ചാൽ വെളിവാക്കുക എന്നാണ്. അപ്പൊ ഇന്തുബുദു നിങ്ങൾ വെളിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ ഖൈറൻ ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം, ഔ തുഹ്ഫൂഹു ഔ അല്ലെങ്കിൽ ഖഫിയ എന്താ ഒളിച്ചു വെക്കുക, അപ്പൊ തുഹ്ഫൂഹു നിങ്ങൾ അതിനെ മറച്ചു വെക്കുകയാണ് ചെയ്യണത്. ഔ അല്ലെങ്കിൽ തഅഫു അഫു ചെയ്യുക അല്ലെ, അഫു ചെയ്യാന്ന് വെച്ചാൽ മാപ്പ് നൽകുക, അൻസൂഇൻ വല്ല തിന്മയ്ക്കും നമുക്ക് എതിരെ ഉണ്ടായ ഒരു തിന്മയ്ക്കെതിരെ നമ്മളത് മാപ്പ് നൽകുകയാണെങ്കിലും ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു കാന അഫുവൻ ഖദീറ അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും കഴിവുള്ളവനുമാണെന്ന്. അപ്പൊ നമ്മളൊരു നന്മ വെളിവാക്കിയാലും ഒളിപ്പിച്ചു വെച്ചാലും ഒക്കെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. ഒരു നന്മ ചെയ്യണത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇനി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണതും അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. അവിടെ അഫുവൻ ഖദീറ എന്ന് പറഞ്ഞ എന്താണ്? അഫുവൻ എന്ന് വെച്ചാൽ മാപ്പ് നൽകുന്നവനാണ്. ഈ മാപ്പ് നൽകണത് ആരാണ്? കഴിവുണ്ടായിട്ട് മാപ്പ് കൊടുക്കുമ്പോഴാണ് അല്ലെ അതിന്റെ മാപ്പ് നൽകുക എന്ന് പറയും. ഒരു കഴിവില്ലാത്ത ആള് തിരിച്ച് അടിക്കാൻ കഴിവില്ലാണ്ട് മിണ്ടാണ്ട് ഇരിക്കുന്ന ഒരാൾ അത് മാപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അല്ലെ. തിരിച്ചടിക്കാൻ കഴിവില്ലാണ്ട് മിണ്ടാണ്ടിരിക്കുന്ന ആളെന്താ പറയാ? നിവൃത്തിയില്ലാണ്ടിരിക്കുന്നതാണ് അല്ലെ, അയാൾ മാപ്പ് നൽകി എന്ന് പറയില്ല. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ നടപ്പാക്കാനായിട്ട് കഴിവുണ്ടായിരിക്കെ തന്നെയാണ് അള്ളാഹു മാപ്പ് നൽകുന്നത് എന്നാണ് ഇവിടെ അള്ളാഹുവിന്റെ ആ രണ്ട് സിഫത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരണത്. ഇനി അടുത്ത ഭാഗം പറയണത് ആരാണ് കാഫിർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്ന ആള് മാത്രല്ല കാഫിർ. നമ്മൾ ആരെയാ കാഫിർ എന്ന് പറയാ? അന്യമതസ്ഥരെല്ലാവരും കാഫിറുകളാന്ന് പറയൂ അല്ലെ. അപ്പൊ അള്ളാഹു പറഞ്ഞുതരാണ് ആരാണ് കാഫിർ. അപ്പൊ അള്ളാഹു പറഞ്ഞു ചില ആളുകളുണ്ട്, അവര് അള്ളാഹുവിനും റസൂലുകൾക്കും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കും. അതായത് ചില ആളുകൾ പറയും എല്ലാ പ്രവാചകന്മാർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല, നമ്മളുടെ പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഷ്റഫുൽ ഖൽഖ്, അപ്പൊ അത്രയും ഇല്ല ബാക്കിയുള്ള പ്രവാചകന്മാര്, അല്ലെങ്കിൽ ഇന്ന പ്രവാചകൻ അത്ര പോരാ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തന്നെ വ്യാജമാക്കണ ആൾക്കാരുണ്ട്. അത് ശരിയല്ല എന്ന് പറയും. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇപ്പൊ അനന്തരാവകാശത്തിന്റെ വിഷയം വരുമ്പോ പറയും സ്ത്രീകൾക്ക് തുല്യ ഓഹരി തന്നെ കൊടുക്കേണ്ടതായിരുന്നു, അത് ശരിയായില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഇപ്പൊ കാലഘട്ടം മാറിയില്ലേ, ഇന്നിപ്പോ എല്ലാവരും തുല്യരല്ലേ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇല്ലെങ്കിൽ ഈ പേരക്കുട്ടികളുടെ വിഷയം വരുമ്പോ നമ്മൾ ഈ സുഹൃത്തിന്റെ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മകൻ മരിച്ചു, മകന്റെ കുട്ടികൾക്ക് അപ്പോ ഓഹരി ഈ അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ല കൃത്യമായിട്ടും അല്ലെ. അവർക്ക് അവിടെ വസിയത്ത് ചെയ്യാം, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾ പറയും അള്ളാഹു ആ ചെയ്തത് ശരിയായില്ല, അത് എനിക്ക് തീരെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും. അങ്ങനെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ ചിലത് അവർ വിശ്വസിക്കും, ചിലത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാരണം അള്ളാഹുവിനെക്കാട്ടും വലിയ ഔദാര്യവാനല്ല നമ്മൾ ആരും. അപ്പൊ അള്ളാഹു ഏറ്റവും ഔദാര്യമുള്ളവരാണെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടെ അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന് എന്തെങ്കിലും യുക്തി ഉണ്ടായിരിക്കും. ഒരിക്കലും അനാഥകളെ നമ്മൾ തള്ളിക്കളയണം എന്നൊന്നും അല്ല നമ്മൾ പഠിച്ചേക്കണം അല്ലെ. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിലതിൽ വിശ്വസിക്കുന്നു, ചിലതിൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫദ്ദിഖൂ ബൈനല്ലാഹി വറുസുലിഹി أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا. ഇന്നല്ലദീന യാതൊരു കൂട്ടർ നിശ്ചയമായും യക്ഫുറൂന അവർ അവിശ്വസിക്കുന്നു ബില്ലാഹി അള്ളാഹുവിലും വറുസുലിഹി അവന്റെ റസൂലുകളിലും വയുരീദൂന അറാദ എന്നുള്ള വാക്കാണ്, അറാദ യുരീദു ഉദ്ദേശിച്ചു, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു യുഫർരിഖു ഫറഖ എന്ന് വെച്ചാൽ വേർതിരിവ് ഉണ്ടാക്കുക. അപ്പൊ അവർക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ബൈനല്ലാഹി വറസൂലി അള്ളാഹുവിനും റസൂലുകൾക്കും ഇടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നു. വയഖൂലൂന അവര് പറയും നുഅ്മിനു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിബഅലിൻ ചില കാര്യങ്ങളില്, വനക്ഫുറു ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ബിബഅലിൻ ചിലതില്, വയുരീദൂന അവരുദ്ദേശിക്കുകയും ചെയ്യുന്നു അയ്യത്തഖിദു അവർ ഉണ്ടാക്കുവാൻ ബൈനദാലിക അതിനിടയിൽ സബീല ഒരു മാർഗം. ഏതിനിടയിലാണ് ഒരു മാർഗം ഉണ്ടാക്കാന്ന് വെച്ചാൽ സത്യവിശ്വാസത്തിനും അത് ഈമാനും കുഫറിനും ഇടയിൽ ഒരു മാർഗം. അവര് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു രീതിയിൽ നിൽക്കുന്ന ആളുകൾ, അതാണ് കപട വിശ്വാസികൾ അല്ലെ. പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റൂല, എന്നാൽ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റൂല, അങ്ങനെ നിൽക്കുന്ന ഒരു തരം ആളുകളുണ്ട്.
ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ. ഇവിടെയാണ് അള്ളാഹു പറയുന്നത് അക്കൂട്ടരാണ് യഥാർത്ഥ കാഫിറുകൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു കാഫിർ എന്ന് പറയുന്നത്. അപ്പൊ ആഴത്തതിന ഇനി പറഞ്ഞു ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ലിൽ കാഫിരീന വിശ്വാസികൾക്ക് അദാബം മുഹീന നിന്ദ്യകരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയണ പോലെ അവിശ്വാസികളായ ആളുകളല്ല, അതായത് അന്യമതസ്ഥരല്ല കാഫിർ എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ മനസ്സിലാക്കി എന്നിട്ട് ഇവർക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കുകയും ചിലത് വിശ്വസിച്ചു ചിലത് വിശ്വസിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അവരാണ് യഥാർത്ഥ കാഫിർ എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ അന്യമതസ്ഥരായ ആളുകൾക്ക് ചിലപ്പോൾ ഈ സന്ദേശം പൂർണ്ണമായി എത്താത്തവരുണ്ടായിരിക്കാം അല്ലെ. അവർക്ക് ഈ സന്ദേശം എത്തിക്കഴിയുമ്പോൾ എത്രയോ ആളുകളുണ്ട് അത് പൂർണ്ണമായി മനസ്സിലാക്കി ദീനിലോട്ട് വരുന്ന ആളുകളുണ്ടല്ലേ. അപ്പൊ ഒരിക്കലും നമുക്ക് മറ്റൊരു മതസ്ഥരെ കയറിയിട്ട് കാഫിറാണെന്ന് പറയാൻ പറ്റൂല എന്ന് അള്ളാഹുവിടെ പറഞ്ഞു. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ എന്നാണ് പറയുന്നത്. ഹഖ് എന്താണ്? യഥാർത്ഥമായിട്ടും സത്യമായിട്ടും ഇക്കൂട്ടരാണ് കാഫിറുകൾ എന്നാണ് പറഞ്ഞു തന്നത്. ഇനി അടുത്ത ഭാഗം അള്ളാഹു പറയണത് അള്ളാഹുവിനും റസൂലുകൾക്കിടയിലും വേർതിരിവ് കാണിക്കാത്ത സത്യവിശ്വാസികളുണ്ടല്ലോ അവർക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കണെന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി വലം യുഫദ്ദിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. വല്ലദീന യാതൊരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു ബില്ലാഹി അള്ളാഹുയിലും വറസുലിഹി അള്ളാഹുവിന്റെ റസൂലുകളിലും വലം യുഫദ്ദിഖു ബൈന അഹദിൻ. ലം എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. യുഫദ്ദിഖു ഫറഖ ഭിന്നിച്ചു അല്ലെങ്കിൽ വേർതിരിച്ചു. അപ്പൊ അവര് വേർതിരിച്ചില്ല. ബൈന അഹദിൻ മിൻഹും അവരിൽ ഒരാൾക്കിടയിലും ഈ പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിലും അവര് വേർതിരിവ് കണ്ടില്ല. ഉലൈക കൂട്ടർ സൗഫ യുഅ്തീഹിം അവര് സൗഫ ഭാവിയിൽ യുഅ്തീഹിം അവർക്ക് നൽകപ്പെടും ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ. അജ്ർ പ്രതിഫലം അതിന്റെ ജംആണ് ഉജൂർ. ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ. വകാന അല്ലാഹു അല്ലാഹു ആകുന്നതാനും ഗഫൂറർ റഹീമ ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. ഇനി അടുത്ത ആയത്ത് തുടങ്ങി വേദക്കാരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു ഇവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമായിട്ടാണ് അള്ളാഹുവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഈ വേദക്കാര് വന്നിട്ട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കണമെങ്കിൽ ആകാശത്തു നിന്ന് ഒരു വേദഗ്രന്ഥം ഞങ്ങൾക്ക് ഇറങ്ങി വരുന്നത് കാണണം. നീ മോളിക്ക് കയറിപ്പോയിട്ട് ഒരു വേദഗ്രന്ഥം കൊണ്ടുവായും അത് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കുക, അങ്ങനെയൊക്കെ പറയാ. ഇവർക്ക് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് എങ്ങനെയായിരുന്നു? ഫലകങ്ങളായിട്ട് ഒരു കിതാബായിട്ട് തന്നെയായിരുന്നു കിട്ടിയത് അല്ലെ. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കിട്ടണം, അങ്ങനെ കൊണ്ടുവന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ് ഇവർ പറയണത്. ഈ വേദഗ്രന്ഥം എങ്ങനെ കൊടുക്കണമെന്നും ഒന്നിച്ചു കൊടുക്കണോ കുറച്ചീശായിട്ട് കൊടുക്കണോ ഇനി ഒരുമിച്ച് പുസ്തക രൂപത്തിൽ കൊടുക്കണോ അല്ലെങ്കിൽ വഹി വഴി കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കണ ആരാണ്? അള്ളാഹു ആണ്. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാണ്ടിരിക്കാൻ, അതായത് പ്രവാചകനില്ലാന്ന് വരുത്തി തീർക്കാനായിട്ട് ചെറിയ ചെറിയ ന്യായങ്ങളും കൊണ്ടുവരും. ഞങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇങ്ങനെയായിരുന്നല്ലോ, അങ്ങനെ എന്നാ നീ അങ്ങനെ കാണിക്കി, ദൃഷ്ടാന്തങ്ങൾ കാണിക്കി എന്നൊക്കെ പറയും അല്ലെ. ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി ഉണ്ടായിരുന്നു, പിന്നെ കൈകക്ഷത്ത് വെക്കുമ്പോൾ തിളങ്ങുമായിരുന്നു, അങ്ങനെ കുറെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മോചിതത്തുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് ഈ ഖുർആൻ. പക്ഷെ അവർക്ക് അതിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ഓരോ മുട്ടുന്യായങ്ങൾ ഇവർ പറയും. അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. يسألك أهل الكتاب أن تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم اتخذوا العجل من بعد ما جاءتهم البينات فعفونا عن ذلك وآتينا موسى سلطانا مبينا. യസ്അലുക അഹ്ലുൽ കിതാബ് ഈ വേദക്കാര് നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അവർ ചോദിക്കുകയാണ് അൻ തുനസ്സില അലൈഹിം അവരുടെ മേൽ നീ ഇറക്കി കൊണ്ടുവരുവാൻ എന്താണ്? കിതാബൻ ഒരു ഗ്രന്ഥം, മിനസ്സമാ ആകാശത്തുനിന്നും. അപ്പൊ ഈ വേദക്കാര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് നീ ആകാശത്തുനിന്ന് ഒരു വേദഗ്രന്ഥം ഞങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോവാന്ന് പറയാണ്. അപ്പൊ അത് അള്ളാഹുവോട് ആശ്വസിപ്പിക്കാണ്. മുമ്പുള്ള
പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇവർ ഇതിനും വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിയെ താങ്കൾ വിഷമിക്കണ്ടെന്നാണ് അവിടെ പറയണത്. ഫഖദ് തീർച്ചയായും സഅലു അവർ ചോദിച്ചിട്ടുണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് അക്ബറ ഇതിനേലും വലിയ കാര്യം മിൻദാലിക് ഇതിനേക്കാളും. ഇപ്പൊ ഈ വേദഗ്രന്ഥം കൊണ്ടുവരാൻ പറഞ്ഞാലും വലിയ കാര്യമാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ അല്ലാഹനെ നേരിട്ട് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഫഖാലു ഫാന്ന് വെച്ചാൽ എന്നിട്ട്, അല്ലെങ്കിൽ അതായത് അവരെന്താ വലുത് പറഞ്ഞതെന്നാണ് പറയാൻ പോണത്. ഖാലു അവർ പറഞ്ഞു അരിനല്ലാഹ അള്ളാഹുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക. ജഹ്റത്തൻ എന്താണ്? പരസ്യമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി. അങ്ങനെയാണ് അവര് പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്താ സംഭവിച്ചത്? അവരെ ഒരു വലിയ ഇടുത്തി പിടികൂടി ബിലുൽമിഹിം അവരുടെ അക്രമ നിമിത്തം. ഇത് മാത്രമല്ല അല്ലെ അവര് ചെയ്തിട്ടുള്ളത്, നമ്മൾ സൂറത്തുൽ ബഖറയിൽ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ എന്താ ചെയ്തത്? ഇവര് ഒരിക്കൽ മൂരിക്കുട്ടിയെ ആരാധിച്ചു അല്ലെ. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും കടല് പിളർന്നിട്ടാണ്, കടലിന്റെ നടുവിൽ കൂടെയാണ് ഇവര് നടന്നു പോകുന്നത്. ഇവരതൊക്കെ കണ്ടതാണ്. മൂസാ അലൈഹി ഇസ്ലാം ഒരു വടി കൊണ്ട് അടിച്ചപ്പോ കടല് പിളർന്നതും ഒരു വഴുക്കലോ തെന്നലോ ഇല്ലാണ്ട് നല്ലൊരു ഉണങ്ങിയ ഒരു പാത അവർക്ക് നടന്നു പോകാൻ പാകത്തിന്, ഈ കടലിനെ മുറിച്ചു കടക്കാൻ പാകത്തിന് ഒരു വഴി അവർക്ക് കിട്ടിയതും ഒക്കെ അവര് നേരിട്ട് കണ്ടതാണ്. ഫിറൗനും സംഘവും പിന്നാലെ വന്നു, അവര് മുങ്ങി മരിക്കണതൊക്കെ കണ്ട ഈ ആളുകൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ഫലകങ്ങൾ വാങ്ങിക്കാൻ സീനാ മലയിൽ പോയ സമയത്ത് ഇവര് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നതാണ് കണ്ടതല്ലേ. നമ്മൾ സാമിരിയാണ് അത് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവര് പറഞ്ഞു അള്ളാഹിനെ നേരിട്ട് കണ്ടാലാണ് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ഇവരെ ഒരു ഇടുത്തി മൂലം പിടികൂടി എന്ന് പറഞ്ഞു. പിന്നെ അവര് സുമ്മത്തഖദുൽ ഇജ്ല പിന്നെ അവരൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി മിംബഅദി അതിനുശേഷം മാജാഅത്ഹുമുൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷം അല്ലെ. അവര് വ്യക്തമായി അവരെ കണ്ണുകൊണ്ട് കണ്ടതാണ് കടലിന്റെ നടുവിൽ കൂടെ, അല്ലെങ്കിൽ അവര് ഒരു വഴി ഉണ്ടായി നടന്ന് രക്ഷപ്പെട്ടു പോകുന്നതും ഫിറൗനും സംഘവും മരിക്കണൊക്കെ അവര് കണ്ടതാണ്. അതിനുശേഷമാണ് പോയിട്ട് ഈ മൂരിക്കുട്ടീനെ ഉണ്ടാക്കിയത്. എന്നിട്ട് അതിന് ചുറ്റുന്ന ഭജനം ഇരുന്ന് പാട്ട് പാടായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം ഫലകങ്ങളുമായിട്ട് വരുമ്പോ. സുഹൃത്തു ത്വാഹയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളാണ് ഇവര്. ഫഅഫൗന എന്നിട്ടും അവർക്ക് മാപ്പ് കൊടുത്ത് അൻസാലിക അതിനെ കുറിച്ച്. അള്ളാഹു എത്രയോ തവണ ഇവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. ആതൈന മൂസ അലൈഹി ഇസ്ലാമിന് നാം നൽകുകയും ചെയ്തു സുൽത്താനം മുബീന വ്യക്തമായ അധികാര ശക്തി അല്ലെങ്കിൽ തെളിവ്. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാതൊക്കെ ഉള്ള എല്ലാ തെളിവുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഇവര് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്താ ചെയ്ത്? തൂർ പർവ്വതത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരിൽ നിന്നൊരു ഉറപ്പ് വാങ്ങിച്ചു അല്ലെ. ഇതും സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. റഫ എന്ന് വെച്ചാൽ ഉയർത്തി. ഫൗഖഹും അവരുടെ മീതെ നാം ഉയർത്തി തൂർ പർവ്വതത്തെ അല്ലെങ്കിൽ സീനാമലയെ ഉയർത്തിപ്പിടിച്ചു ബിമീസാഖിഹിം അവരുടെ ഉറപ്പിനെ സംബന്ധിച്ച്. വഖുൽനാലഹും അവരോട് നാം പറയുകയും ചെയ്തു ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ അല്ലെ. ദഖല പ്രവേശിക്കുക, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുവിൻ, അൽ ബാബ ആ വാതിലിലൂടെ സുജ്ജദൻ സുജൂദ് ചെയ്യുന്നവരായി അല്ലെ. ഒരു പട്ടണം കാണിച്ചിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇതിലെ ഇവിടെ സുജൂദ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കിടക്കുക. ഹിത്വത്തുൻ എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? അവർ ഇരുന്ന് നിരങ്ങി ഹിൻത്വത്തുനും ഗോതമ്പ് എന്നൊക്കെ ഉള്ള അർത്ഥമുള്ളത് ഹിൻത്വത്തു എന്നുള്ളൊരു വാക്ക്. അവർ ഈ വാക്കുകളെ മാറ്റിമറിക്കുന്ന ആളുകളാണെന്നൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായില്ലേ. അപ്പോഴും അവര് കുരുത്തക്കേടാണ് കാണിച്ചത്. സുജൂദ് ചെയ്ത് കിടക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് നിരങ്ങിയിട്ടാണ് അവർ അങ്ങോട്ട് കടന്നത്. അപ്പൊ എന്നിട്ട് ആ സംഭവം അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഫഖുൽന നാം പറയുകയും ചെയ്തു ലഹും അവരോട് ലാ തഅദു നിങ്ങൾ അതിര് കവിയരുത് അല്ലെങ്കിൽ അതിക്രമം കാണിക്കരുത് സബത്തിന്റെ ദിവസം അല്ലെ, ശനിയാഴ്ച ദിവസം അവരോട് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. അതും നമ്മൾ സൂറത്തുൽ ബഖറയിൽ കണ്ടതാണല്ലേ. അപ്പൊ അവരെന്താ ചെയ്തത്? ശനിയാഴ്ച ആണെങ്കിൽ അന്ന് ചാകര അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അല്ലെ. ശനിയാഴ്ച ദിവസം ഭയങ്കര ചാകര കാണുമ്പോ ഇവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനയൊന്നും ഓർക്കാൻ അവർക്ക് പറ്റണില്ല. അവരെന്ത് ചെയ്തു? അവിടെയും സൂത്രപ്പണി കാണിച്ചു. പോയിട്ട് തലേദിവസം പോയിട്ട് വല കെട്ടി വെക്കും. എന്നിട്ട് അന്ന് മീൻ പിടിക്കൂല, പിറ്റേന്ന് ആ വലയിൽ വന്ന മീനുകളൊക്കെ പിടിച്ചിട്ട് വരും. അപ്പോഴും അവരവിടെ കുരുത്തക്കേടാണ് കാണിച്ചതെന്ന് അള്ളാഹു പറയണത്. അതും ഓർമ്മിപ്പിക്കാണ്. വഖുൽനാലഹും നാം അവരോട് പറയുകയും ചെയ്തു ലാ തഅദു നിങ്ങൾ അതിക്രമിക്കരുത് സബത്തിൽ. നാം വാങ്ങുകയും ചെയ്തു മിൻഹും അവരിൽ നിന്നും മീസാഖൻ ഗലീള ഒരു കനത്ത ഉറപ്പ് വാങ്ങുകയും ചെയ്തു. എന്താണ് ഈ കനത്ത ഉറപ്പ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാല്? തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളാം എന്നൊരു ഉറപ്പ് അല്ലെ. തൂർ പർവ്വതത്തിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അള്ളാഹു ആ ഉറപ്പ് വാങ്ങിച്ചത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം
ആദ്യം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ മോശപ്പെട്ട വാക്കുകളൊന്നും വിളിച്ചിങ്ങനെ പറയരുത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോശമായ തെറി വാക്കുകളൊക്കെ പറയണത് വളരെ എന്താ അനുയോജ്യമല്ലാത്തതാണ്. നിങ്ങൾ അങ്ങനെ പറയരുത്. പക്ഷെ ഒരു ആക്രമിക്കപ്പെട്ട ആൾക്ക് അത് പറയാം. എനിക്കിങ്ങനെ ഒരു അക്രമം ഉണ്ടായി. ഒരു സ്ത്രീയെ ആരെങ്കിലും മോശമായി ഉപദ്രവിച്ചെങ്കിൽ ആ സ്ത്രീക്ക് ഉറക്കെ വിളിച്ച് പറയാം. ഇല്ലെങ്കിൽ പുരുഷനും ആണെങ്കിലും അത് മോശപ്പെട്ട കാര്യമല്ലേ എന്നിട്ട് മിണ്ടാണ്ടിരിക്കല്ല. അപ്പൊ ഒരാള് നമ്മളെ അന്യായമായി എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടെങ്കിൽ നേരിട്ടെങ്കിൽ നമുക്കത് പറയാം, അത് വിളിച്ചു പറയാം. പക്ഷെ അല്ലാണ്ട് ഒരു ചെറിയൊരു കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഒരു സംസാരത്തിലും ചില ആളുകളുടെ ഒരു സ്റ്റൈലാണ് അതല്ലേ, പൊട്ട വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് എന്തോ വലിയ സംഭവം എന്നൊക്കെ അവരെ തോന്നല്. അപ്പൊ അത് ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല എന്നാണ് അള്ളാഹു പറയണത്. അള്ളാഹു ഇതൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയണ ഓരോ വാക്കും കേൾക്കണുണ്ട്, അറിയണുണ്ടെന്നൊരു മുന്നറിയിപ്പ് അവിടെ നമുക്ക് തന്നു. ഇനി നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാണ്, അത് നിങ്ങൾ പരസ്യമാക്കി ചെയ്താലും അല്ല രഹസ്യമാക്കി ചെയ്താലും, ഇനിയല്ല നമ്മൾ പല കാര്യത്തിലും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായി നമ്മൾ നിങ്ങോട്ട് ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാണ്ട് വിട്ടുവീഴ്ച ചെയ്താലും അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കഴിവുള്ളവനുമാണ്. അള്ളാഹുവിന് ഇപ്പൊ ഈ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലാണ്ടല്ല അല്ലെ, അത് കഴിവുണ്ടായിരിക്കെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരുന്നവനാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനത്തെ പൊട്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇതുവരെ ചെയ്തു പോയെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു തരും. ഇനി നന്നാവാനാണ് അവിടെ പറയണത് അല്ലെ. ഇനി അടുത്ത ഭാഗം അള്ളാഹു പറഞ്ഞത് ആരാണ് യഥാർത്ഥ കാഫിർ എന്നാണ് പറഞ്ഞത്. അതാരാണ്? അള്ളാഹുവിന്റെയും പ്രവാചകന്മാർക്കും ഇടയിലൊക്കെ വേർതിരിവ് കാണിക്കണ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ചിലതനുസരിക്കും, ചിലതനുസരിക്കാൻ പറ്റൂല എന്ന് പറയും. അതത്ര നീതിയല്ല എന്ന് പറയും. പിന്നെ പ്രവാചകന്മാർക്കിടയിലും ഈ പ്രവാചകനാണ് നല്ലത്, മറ്റാൾ അത്ര പോരാ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥ കാഫിർ എന്നാണ് അള്ളാഹു പറയണത്. അവർക്ക് അള്ളാഹു എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? അപമാനപ്പെടുത്തുന്ന ശിക്ഷ അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു അവിടെ താക്കീത് നൽകിയത്. ഇനി സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെയോ അല്ലെങ്കിൽ റസൂലുകൾക്കിടയിലെയോ ഒന്നും യാതൊരു തരത്തിലുള്ള വേർതിരിവും അവർ കാണിക്കൂല. അങ്ങനത്തെ ആളുകളാണ് സത്യവിശ്വാസികൾ. അവർക്ക് അള്ളാഹു അവർക്ക് വേണ്ടി പ്രതിഫലങ്ങൾ അള്ളാഹു വഴിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവർക്കത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് പറഞ്ഞു. അടുത്ത ഭാഗത്തിൽ പറയുന്നത് വേദക്കാരെ കുറിച്ചിട്ടാണ്. ഈ വേദക്കാര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, എന്താ ഞങ്ങൾക്ക് ആകാശത്തു നിന്ന് ഒരു വേദഗ്രന്ഥം കൊണ്ടുപോവാ, മുമ്പുള്ള പ്രവാചകന്മാർക്ക് കിട്ടിയതുപോലെ എന്നൊക്കെ പറയും. അപ്പൊ അള്ളാഹു പറയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട്, ഇവര് ഇതിനേലും വലിയ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് പറഞ്ഞത് എന്താ? അള്ളാഹുവിനെ ഞങ്ങൾക്ക് കാണണം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ജനതയായിരുന്നു മൂസാ നബിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നിട്ട് അവരെ അള്ളാഹു ഇടുത്തി മൂലം അവരെ പിടികൂടി. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ അടുത്തൊരു വിശേഷം പറയാണ്, ഇവര് എല്ലാ തെളിവും കണ്ണുകൊണ്ട് കണ്ട് ഫിരൗൻ മരിക്കണതും കടലില് ഇവർക്ക് വഴി ഉണ്ടാക്കി കിട്ടുന്നതും അവർ രക്ഷപ്പെട്ടതും ഒക്കെ കണ്ടിട്ട് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷമാണ് ഇവർ പോയിട്ട് മൂരിക്കുട്ടീനെ ആരാധിക്കാൻ പോയത്. പശുക്കുട്ടീനെ അല്ലെ, സാമിരി ഉണ്ടാക്കി കൊടുത്തു. അത് ഒരു മുക്കറ ശബ്ദം ഉണ്ടാക്കി കേട്ടപ്പോ വേഗം അതാണ് ദൈവം എന്ന് പറഞ്ഞത് അതിൽ വിശ്വസിച്ച ആളുകളാണ്. അതിന്റെ ചുറ്റും ഭജന ഇരുന്ന് പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരുന്നു അവര്. അപ്പൊ അതും അള്ളാഹുവോട് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിന് വ്യക്തമായ തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരിൽ നിന്നും ഉറപ്പ് വാങ്ങിച്ചു. എന്താണ്? തൗറാത്ത് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് ഉറപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് അത് തെറ്റിച്ചു. പിന്നെന്താ? ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളോട് സുജൂദ് ചെയ്തുകൊണ്ട് കടക്കാൻ പറഞ്ഞു, അപ്പോഴും അവരത് ചെയ്തില്ല. പിന്നെ സബത്തിന്റെ ദിവസം, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്നൊരു കൽപ്പന അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അവര് ക്രമക്കേടൊക്കെ കാണിച്ചു. ഇതൊക്കെയാണ് അള്ളാഹുവോട് ഓർമ്മിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹു ഇവിടെ അതിന്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു മുമ്പുള്ള പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായത്. അപ്പൊ പ്രവാചകരെ താങ്കളുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.